അല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമുണ്ടോ? വി ഷുഡ് ബി ഡിഫറെന്റ് അല്ലേ? ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റുകൾ, ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റോടൊപ്പം തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സിന്, അത് ഓൾ ഏരിയാസ് ഓഫ് സിനിമ ഇൻക്ലൂഡിങ് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആക്ടിങ്, അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമേഴ്സിന് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത്. അങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ ആൾക്കാരെ, പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ, കൂടുതൽ പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. അതൊരു നോർമൽ സിറ്റുവേഷനാണ്. അത് പിന്നെ കൂടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു. അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യും. ഇനിയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ, അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ. ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമർ ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിൻ്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഞങ്ങൾ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഈ ഇരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. പ്രശ്നം കാണുന്നത് ഇന്നലെ ഞങ്ങൾ എൻ്റെ ഒരു അറിവിൽ 22 പേര് പോയ ഒരു തിയേറ്ററാണ് ആലപ്പുഴയിൽ. പക്ഷെ അവർ പറഞ്ഞ് 35 പേര് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു റീഡിംഗ് ടൈം പോലും കൊടുക്കാറ്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പം അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെൻറ്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഈ സിനിമ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വിമനാണ്. അപ്പം അവർക്ക് എത്താനൊരു സമയം വേണം. ഇതെല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ ഞാൻ പറയുന്ന ഹാർഡ്കോർ സിനിമ റിവ്യൂയിങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പം ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ളൊരു സമയം, അല്ലെങ്കിൽ ഒരു ക്ഷമ, അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാർ സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ച് വീണതേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി 2 or 3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ, അല്ലെങ്കിൽ തെലുങ്ക്, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം, അല്ലെങ്കിൽ കളിക്കണം. അപ്പം അവർ തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെൻറ്റ് ചെയ്തതായിട്ട് വരുന്നു. അപ്പം അവരത് ഇപ്പം കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല.
നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ തരണം ചെയ്യും? കാരണം ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾ, സിനിമ തിയേറ്ററുകളില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മൾ തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം പോയാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പോൾ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിൻ്റെ ടൈമിങ്ങിനെ. അപ്പോൾ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡാവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പം അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ, അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മളിന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം. ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ് 10 നല്ല റിവ്യൂസിന് 1 മോശം റിവ്യൂ ആണ് കൽബിനുള്ളത്. അത് ഒബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അപ്പോൾ കയറി വരാനൊരു സമയമെടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെടില്ല. അതിൽ ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ. അത് മലയാള സിനിമയാണ്. വരട്ടെ, മലയാള സിനിമയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റാണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT-യിൽ കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴുക്കിലേക്ക് ഇപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാമോ? ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദിയും വിളിച്ച് പോകാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ, അതൊക്കെ അതിനിവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, നമുക്കുണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTT-ക്ക് ശേഷം OTT-യിൽ ഈ മലയാളത്തിൽ ഡബ്, ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു.
അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക് OTT കൊടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ ഞാൻ പറയണേ, ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്തൊരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈപ്സിന് വേണ്ടി അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്, അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ്പുണ്ട്. ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം. ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെൻറ്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ് ഈ സംഘടനകൾ ഇതിലേക്ക് കലാകാരങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് ഈ സമയത്ത് കുറച്ച് കൂടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത്, കോവിഡിന് ശേഷം വന്നിരിക്കുന്നത് ഈ OTT-യിൽ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ്. അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല, വന്നോട്ടെ. പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടെയുണ്ട് 25-30 ആർട്ടിസ്റ്റുകൾ അല്ലേ, ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം. എന്തുകൊണ്ട് വിജയബാബു ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ട്, തിയേറ്റർ ഉടമകൾ അസോസിയേഷൻ, എല്ലാ അസോസിയേഷനും ഉണ്ട്. എന്തുകൊണ്ട് താങ്കൾ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ സംഘടനയ്ക്ക് പറ്റുന്നില്ല. അത് ബിക്കോസ് ഹൈദരാലിക്ക് എന്നെക്കാട്ടിൽ വ്യക്തമായിട്ട് അറിയാം. അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് ഞാൻ പറയുന്നു, ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു. അപ്പം നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം, ഒഴുക്കിനനുസരിച്ച് പോവാം. അങ്ങനെ വരുമ്പോൾ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ 10 വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? 10 വർഷത്തിന് ശേഷം റാംജി റാവ് സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ, അതായിരുന്നു മലയാള സിനിമ. ഇന്ന് അവര് 10 വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആട്ടം നല്ല പടമായിരുന്നില്ലേ? എത്ര ദിവസം ഓടി? തിയേറ്റേഴ്സ് 3 ദിവസം കഴിഞ്ഞു, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എടുത്ത് കളയുന്നു. അങ്ങനെ എത്ര സിനിമകൾ, നല്ല സിനിമകൾ. എനിക്കറിയാം, കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ, അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു 3 വർഷം മുമ്പാണെങ്കിൽ. എത്ര വന്നിട്ടുണ്ടാവും? അതാണ് അത് ടൈമിങ്ങിനാണ്. ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു, ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ്. കാരണം തരുന്ന ടൈം എപ്പോഴാണ്? രാവിലെ 9 മണി, രാത്രി 10:40. പറഞ്ഞു വരുമ്പോൾ 3 ഷോ ഉണ്ട്. ആരാ 11 മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലൊരു സിനിമ കാണാൻ പോകുന്നത്? 4 മണി തൊട്ട് 9 മണി വരെ ഷോ ഇല്ല. 3 ഷോ തന്നല്ലോ എന്നാ പറയണേ. ആരെ കാണിക്കണേ? ഞാൻ പറഞ്ഞു വേണ്ട, എടുത്ത് മാറ്റിക്കൂ. എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൽബ് പോലൊരു സിനിമ, വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ 9 മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്ററുകാർ? അതിനാണ് സപ്പോർട്ടില്ലായ്മ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജ് ടേംസ് MG ഒന്നുമില്ല. MG ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് MG കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നതല്ല അങ്ങനത്തെ സിനിമകളാണ്. നഷ്ടം വരും. ഇപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെ 9 മണി ഷോയ്ക്ക് ഒരു പേരിലൊരു ഷോ തുടങ്ങും, 9 മണിക്ക് രാത്രി 11 മണി. ആ ഷോയ്ക്കുന്ന ആള് വല്ലാതെ തിയേറ്റർ ഉടമകൾക്ക് നമുക്ക് വരാം, ആരും പോകുന്നില്ല. പക്ഷെ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട്.
ആളില്ലാതെ കൊണ്ട് സിനിമ ഓടിക്കാൻ നഷ്ടവും സംഭവിക്കും. അങ്ങനെ ഓടിച്ച എത്രയുണ്ടോ? നമ്മൾ പോയി ചെക്ക് ചെയ്യോ? ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 9 മണിക്ക് തരുന്നത്. ആ ഒരു രീതിയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആള് കയറിയില്ല അതുകൊണ്ട് ഓടിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതാ ആ ടൈമിങ്ങിൽ തന്നാൽ അത് ഓടും. ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈമുണ്ട്. നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ടല്ലേ, രാവിലെ 6 മണിക്ക് സദ്യ വിളമ്പിയിട്ട് കാര്യമുണ്ടോ? അതാ നമ്മൾ തരുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല ഉള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത്? നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും? അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ. അതിനാണ് ഞാൻ ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. തമിഴ് സിനിമകൾക്ക് ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും നമുക്ക് 10-12 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ 15 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും. അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഇതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. റിവ്യൂ ചെയ്തോളൂ. ഞാൻ ഒരിക്കലും റിവ്യൂവിന് എഗെയിൻസ്റ്റ് നിന്നിട്ടില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ. പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും. ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂവേഴ്സിന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ്. ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം ക്ഷമിക്കും. ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതില് ഫോക്കസ്? എന്റെ സിനിമകൾ മാറ്റാൻ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ്, ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയും. അപ്പോൾ ഡയറക്ടർ തന്നെ മുന്നോട്ട് ഇറങ്ങി കേസ് കൊടുത്ത് പിന്നീട് ഒരു അസോസിയേഷൻ വന്ന് അത് നോക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ഡയറക്ടർ തന്നെ മുന്നിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി. താങ്കൾ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളപ്പോ ഇതിന് മുന്നോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ റിവ്യൂസിന് എഗെയിൻസ്റ്റ് അല്ല. അതാ റിവ്യൂസിന് ഇപ്പൊ ഈ സിനിമയുടെ കേസിൽ തിയേറ്റർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ അന്യ സിനിമകൾ കൂടുതലാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഈ ഒരു കംപ്ലൈന്റ് ലീഗലി പോകാൻ അതൊന്നും ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊന്നും ലീഗൽ ഒരു സബ്മിഷൻ ചെയ്യാനോ അല്ല, അതിനൊന്നും ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്നാലേ എല്ലാവരും ഉള്ളൂ എന്ന് ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പോയി എനിക്ക് തിയേറ്റർ എടുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കില്ല. അതിന് ആ ലോ നമ്മളിവിടെ നമ്മുടെ അസോസിയേഷനിൽ എടുത്താൽ അതിനെ കേസ് പോയാൽ എനിക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഇല്ലല്ലോ. അത് ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി സംസാരിച്ച അതല്ലേ ഈ കിടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കണേ ഞാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമുക്കിനി കുറച്ച് കൽവിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ കുറച്ച് ഡയറക്ടർ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ന്യൂ കമേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. വിജയഭായി വ്യക്തമായ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പണ്ട് ഒരു സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ. ഇപ്പോൾ പണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരാഴ്ചയ്ക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്ററായ സിനിമകൾ ഇവിടെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കും, നമ്മുടെ ഒരു ലെഗസി നോക്കുകയാണെങ്കിൽ. അപ്പം അതുപോലൊരു സ്പേസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് കൽബ്. കാരണം ഒരു കൂട്ടം പുതുമുഖങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത്. അപ്പം ആ ഒരു സ്പേസ് ഇപ്പം ഇന്നലെ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് മെയിൻ സെൻറ്ററുകളിലൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഷോ നമുക്ക് തിയേറ്ററിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. വിജയൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം നാളെ കൽബ് കണ്ടിട്ട് രഞ്ജിത്തിനോടോ നേഹയോടോ അമ്പിയോടോ കാർത്തികിനോടോ ഷമീറിനോടോ അല്ലെങ്കിൽ ആതിര പട്ടനോടോ വെച്ച് ഒരാൾക്കൊരു പടം ചെയ്യാൻ പറ്റുമെങ്കിൽ
അങ്ങനെ എനിക്ക് ആ കഥ അവിടെ പറയാൻ പറ്റുമെന്ന് ആ ഒരു സാധ്യത ഉണ്ടായാൽ മാത്രമാണ് ഈ സിനിമയുടെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം നിങ്ങൾ ഈ പടം നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതെ, അതിനുള്ളതാണ് ഇപ്പൊ നമ്മൾ അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതിനാണെങ്കിൽ നമുക്ക് 82 തിയേറ്ററിൽ ഇപ്പോൾ സിനിമ ഓടുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടാണ് പല സിംഗിൾ സ്ക്രീൻസും ഡബിൾ സ്ക്രീൻസിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സ് പോലുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം ഇഷ്ടമുള്ള പോലെ സമയം മാറ്റാം. നേരത്തെ സാജിത്ത് പറഞ്ഞ പഴയ സാഹചര്യത്തിൽ നമുക്കൊരു സെറ്റ് ഓഫ് തിയേറ്റേഴ്സ് ഒരാഴ്ചത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട, നമ്മളത് മാർക്കറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഹിറ്റായ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഈ സിസ്റ്റത്തിലാണ് പ്രൊഡ്യൂസറുടെയോ ഡിസ്ട്രിബ്യൂട്ടറുടെയോ കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. നമ്മൾക്ക് ഒരു ടൈം തന്നു, ആ ടൈമിലേക്ക് നമ്മൾ ആളുകളോട് നമ്മൾ പറയുന്നു ഇന്ന ടൈമിൽ ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ടൈമിൽ ഷോ ഉണ്ടാവില്ല. അവിടെ തമിഴ് പടം ഒരുക്കി എന്താണെന്ന് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അത് രാവിലത്തെ ഷോയ്ക്ക് കളക്ഷനിലായിരുന്നു. രാവിലത്തെ ഷോ എത്ര മണിക്കാണ്? 9 മണിക്ക്. അതെങ്ങനെ വരും? അപ്പൊ അങ്ങനെയുള്ള ആർഗ്യുമെന്റ് ആണ് ഇത്. നമ്മൾ ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അപ്പം പിന്നെ പറയാതെ കുഴപ്പമില്ല കേട്ടോ, അടുത്തത് നമ്മൾ ചെയ്തോളാം, അടുത്തതോ അപ്പൊ ഇതോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഒരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത്, ടോട്ടൽ ഗെയിമാണ്. അതാണ് പറഞ്ഞത്. മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പോലും ഓൾറെഡി OTT-യിലേക്ക് കച്ചവടങ്ങളായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി തീരുമാനങ്ങളായിട്ട്. ഒരിക്കലുമില്ല, തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി 225 പടങ്ങളിൽ എത്ര എണ്ണം OTT-യിൽ വരുന്നു? പെർസെൻറ്റേജ് അറിയാം. 140ഓളം സിനിമകൾ വെളിച്ചം കാണാതെ ഇരിപ്പുണ്ട്. OTT ഒക്കെ ഒരു ഫിനോമിനാണ്, ഒരു ടെമ്പററിയാണ്. അതൊന്നും കൃത്യമായിട്ട് അറിയാം എനിക്ക് 2024 ഓരോരോ OTT പ്ലാറ്റ്ഫോമും എത്ര മലയാള സിനിമകൾ എടുക്കാൻ പോകും. ഇതൊന്നും വരാൻ പോകണില്ല. ഇനി ബോക്സ് ഓഫീസ് നല്ല സിനിമകൾ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് OTT-യിൽ വന്നിട്ട് കാണാം എന്ന് പറയുന്നത് ഒരു വിദ്യ മാത്രമാണ്, ഒരിക്കലും വരാൻ പോകില്ല. ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു 25 to 30% അല്ലാതെ ഇതെല്ലാം ഈ ജനങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഇത് OTT വന്നിട്ട് കാണാൻ, നോ, വരാൻ പോണില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക. OTT-യുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കും ഈ പാൻ സൗത്ത് പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് സബ്സ്ക്രിപ്ഷൻ ട്രെയിൻ നടക്കുന്നുണ്ട്. അവർക്ക് എന്തിന് മലയാളം സിനിമ എടുക്കണം? പല OTT പ്ലാറ്റ്ഫോംസും പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളം ഡബിങ് കൂടെ ചേർത്തെടുക്കുമ്പോൾ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് ഇവിടുന്ന് പോകുന്നത്. മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മലയാള സിനിമ കുറയാണ്. ബിക്കോസ് നമ്മളിവിടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ആ സ്വീകാര്യത കാണുമ്പോൾ തെറ്റൊന്നുമില്ല, നല്ല കണ്ടന്റ് കാണുന്നില്ല, അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണും, പക്ഷെ മലയാള സിനിമയ്ക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ ഓടിയില്ലെങ്കിൽ ഇതിന്റെ ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷമൊന്നും വേണ്ട, ഈ വർഷം തന്നെ നമുക്ക് കാണാൻ എന്താവും നോക്കാം. ഇതുവരെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസേ കിട്ടിയിട്ടുള്ളൂ. കണ്ടതെല്ലാവരും ഒരുപാട് ഇഷ്ടമായി, ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ തിയേറ്ററിൽ ഓടട്ടെ, എല്ലാവർക്കും കാണാനുള്ള ഒരു ചാൻസ് കിട്ടട്ടെ എന്ന്, അതാണ് എൻ്റെ ഒരു. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അധികം പറയാൻ പറ്റില്ല. പക്ഷെ അത്രയ്ക്കും ഇഷ്ടത്തോടെ അത്രയും എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ ഫിലിമാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു വിജയമാണ്. പക്ഷെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പം നോർമലി ഒരു ഫിലിം ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇപ്പോഴത്തെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിനിമ ഇതേപോലത്തെ പാറ്റേണിൽ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരു പാറ്റേൺ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. അന്നേ റസൂലും പിന്നെ തിയേറ്ററിൽ ഉണ്ടായ സീൻസ് ഒക്കെ തല്ലുമാലയുടെ റീക്രിയേഷൻ ആണ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, ഒരിക്കലും. ഇപ്പം ഇത് തല്ലുമാലിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത സിനിമയാണിത്. അതിന് മുമ്പ് ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നത്.
അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല. ഇപ്പം ഈ അന്യറസിലൊക്കെ എന്നെ കുറേ ഇൻഫ്ലുവൻസ് സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാൽ ആ ഒരു കാരണം ഞാൻ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കിഷ്ടമുള്ള സിനിമകളെ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റിവ്യൂ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പബ്ലിക്കിന് എനിക്ക് എന്നെ പോലെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സിനിമ സംസാരിക്കുന്നതും എൻ്റെ ഒരു ഭാഷയാണ്, എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇതാണ്. അപ്പം അതിനെ ഒരു റിവ്യൂസിനെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി മാറ്റണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? എൻ്റെ ഇച്ചിരി ലൗഡായിരിക്കും. ഞാനെന്നും സിനിമ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനത്തെ സിനിമകളോടായിരുന്നു. അപ്പം എൻ്റെ മേക്കിങ്ങിൽ അത് ഉണ്ടാവും. പിന്നെ അന്യ റസൂലൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരിക്കലും ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലായിരുന്നു നല്ല ഫോളോവേഴ്സ് ഉള്ള നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സിനിമയിലോട്ട് കയറുമ്പോഴേക്കും ആ ഒരു വേറെ പ്ലാറ്റ്ഫോമാണ്. സിനിമ ആയിരിക്കും ഡ്രീം, പക്ഷേ രണ്ട് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവർ ചിലപ്പോൾ അതേപടി ഫോളോ ചെയ്യണമെന്നില്ല സിനിമയിൽ. അങ്ങനൊരു ഫീല് തോന്നിയിട്ടുണ്ടോ? ഇന്നലെ തോന്നി. ഇങ്ങനെ ഈ ഒരു ആളുകളുടെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പോലെയല്ല, അത് സിനിമ വേറൊരു ലോകം തന്നെയാണ് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ പോലെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് അതിന് ആളുകളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടും നമുക്കിങ്ങനെ കുറച്ച് പലയിടത്തും ഷോസ് ആളില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ നല്ല സൈഡിലേക്ക് വോയിസൊക്കെ അയച്ചു. ആ ഒരു ഇതില്ല, തള്ളിക്കയറ്റമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സംഭവം വരുന്നതുകൊണ്ടാണ് ഇപ്പം ഒരു ആവറേജ് അഭിപ്രായമൊക്കെ ഉള്ളൂ. അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിടയിൽ തന്നെ നമ്മൾ സംസാരിക്കും, നമ്മൾ അധികം പ്രൊമോഷനൊക്കെ പോകണം എന്നുള്ള രീതിയിൽ. പക്ഷേ എല്ലാത്തിലും ചാടി പുറകോട്ടി വരുന്നതെല്ലാം അത്രയും നല്ല ഇതായിട്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് എല്ലാവരിലേക്ക് എത്തണം, അത് തീർച്ചയായിട്ടും എത്തണം. അതാണ്. മാനസിക ബുദ്ധിമുട്ടായിട്ടുണ്ടാവും താങ്കളൊക്കെ ചെയ്തു കാണാൻ ആളുകൾ കിട്ടുന്നില്ല, പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള സംഘർഷം വലുതല്ലതാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പണം ഉണ്ടാക്കിയത്. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നമ്മുടെ ഓഡിയൻസ് കോണ്ടന്റ് ഫോക്കസ്ഡാണ്. അവർ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധപ്പെടും, സമയമെടുത്താലും ശ്രദ്ധപ്പെടും. വിജയ് സാർ പറഞ്ഞ പോലെ 2 ദിവസം കഴിയട്ടെ, ഒരു കുഞ്ഞിപ്പം ജനിച്ചതേ ഉള്ളൂ, നടന്നു തുടങ്ങട്ടെ. ഞങ്ങളും ആ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് പറഞ്ഞ പോലെ ഇതുവരെ കണ്ടവരെല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ തരുന്നത്. അത് ഡെഫിനറ്റ്ലി അതിനൊരു അത് ചെയ്യാനൊരു കാരണം ഉണ്ടല്ലോ. കാരണം അവർക്ക് റെസനേറ്റ് ചെയ്തു, അവർക്ക് ഈ പടം അവർ കണക്ട് ആവാൻ പറ്റി. സോ ചിലപ്പം പുതുമുഖങ്ങൾ കൊണ്ടാവാം സമയം എടുക്കുന്നത്, പക്ഷെ നല്ല കോണ്ടന്റ് ആണെങ്കിൽ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. അത് ഇവൻച്വലി ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സോ അപ്പം അത് വിശ്വസിച്ച് ഇരിക്കുക. സോ ലെറ്റ്സ് സീ. ഈ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മയായിട്ട് വിജയബാബു എനിക്ക് സ്വയം തോന്നുന്നു? ഇല്ല, നമ്മൾ ഓരോ സിനിമയ്ക്കും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ 360 ഡിഗ്രീസ് മാർക്കറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എതിരാളി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിലല്ല പ്രശ്നം. നമ്മുടെ ഒരുപാട് ക്ലട്ടർ വന്നിട്ടുണ്ട് അല്ലേ. ഒരു 3-4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല മൊത്തത്തിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളത്. ഒരാൾക്ക് ഒരു ആയുസ് മൊത്തം ഇരുന്ന് കണ്ടാലും കണ്ട് തീരാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഒരു OTT പ്ലാറ്റ്ഫോമിലോ ഉണ്ട്. അപ്പോഴാണ് ഇത്രയും പ്ലാറ്റ്ഫോംസ്, ഇത്രയും യൂട്യൂബിലൊക്കെ ഓരോ മണിക്കൂറും ഒരു 1000കണക്കിന് മലയാളം കണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുണ്ട്. അപ്പോൾ ആ ക്ലട്ടറിലൂടെ നമ്മൾ ഒരു പുതുമുഖങ്ങളുള്ള സിനിമ അല്ലെങ്കിൽ ടോട്ടൽ പുതുമുഖങ്ങളായിട്ടുള്ള സിനിമ എത്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന ഹോർഡിങ്സ്, പ്രിന്റ്, റേഡിയോ, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗ്രൗണ്ട്, ഇത് ചെയ്യാത്ത, അതായത് പറയാം വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് മാർക്കറ്റിംഗ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ എൻ്റെ നോളജ് വെച്ച്, എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഞങ്ങളാൽ കഴിയുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ്
ഏതാ? പൈസ കൊടുത്ത റിവ്യൂ ചെയ്തത് അതുപോലെ ഈ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റുന്ന ഉള്ളി ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയാലോ, വിശ്വസിക്കുന്നല്ല, അറിയാം. അത്തരം ഒരു സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടാണ് ചില എല്ലാ ഏരിയയിലും നടക്കുന്നില്ലേ, എല്ലായിടത്തും. അതിനൊക്കെ ഒരു സിസ്റ്റമായി. പിന്നെ ഇപ്പൊ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. വിജയബാബു ഇത്തരം തിയേറ്ററിൽ അതൊക്കെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. വിജയബാബു തിയേറ്ററിൽ ആളുകളെ പിടിച്ചത് അങ്ങനെ ഒരു പുള്ളി ചെയ്ത് വെക്കാൻ മേലായിരുന്നു. അല്ല, അങ്ങനെ നമ്മൾ ഒരു ആളുകളെ പുള്ളി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു, ആളുകൾ ശ്രമിക്കുന്നു. ഫസ്റ്റ് ഡേ ഓബ്വിയസ്ലി ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പിളിങ്, അത് ഏത് പ്രോഡക്റ്റിനുള്ള സാമ്പിളിംഗ് ആണ്. ഒരു പുതിയ ഷാമ്പു ഇറക്കിയാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സാമ്പിൾ തരും അല്ലേ, എന്നിട്ട് നോക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പറയുന്നു നല്ലതാണ് അല്ലേ. ആ സാമ്പിളിങ് നമ്മൾ ചെയ്യാറുണ്ട്. ദാറ്റ്സ് കോൾഡ് സാമ്പിളിങ്. അത് ഫസ്റ്റ് ഡേ. എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഡേ ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ 100 തിയേറ്ററിലും ഹൗസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല. അത് ഒരു സിനിമയുടെ എൻറ്റയർ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് അല്ലേ. ആളുകൾ കയറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. സാമ്പിളിംഗ് ഒരു ലിമിറ്റേഷൻ, അതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. അതെല്ലാ സിനിമയ്ക്കും ചെയ്യും. നമ്മൾ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസ് ഇല്ലാത്ത സിനിമകൾ നമ്മൾ സാമ്പിളിംഗ് ഓഡിയൻസിനെ ഫസ്റ്റ് ഡേ ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് പറയും. അത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. 100 തിയേറ്ററിൽ നമ്മൾ ഫുൾ ആളെ കയറ്റണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? പക്ഷെ 1 കോടി രൂപ വേണം ഒരു സിനിമയുടെ. ഷോ നടത്തണമെങ്കിൽ എത്ര ആള് വേണമെന്നാണ് ഇപ്പോൾ തിയേറ്ററുകൾ പറയുന്നത്? 4 പേരുണ്ടെങ്കിൽ ഷോ നടത്തണമെന്നാണ് റൂള്. എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഹൈദരാലി എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഈ മീറ്റിങ്ങിന് ശേഷം എനിക്ക് പറയണം. 22 പേരുണ്ടായിട്ടും ഷോ നടത്താൻ തിയേറ്റർ ഏതാണെന്ന് ഹൈദരാലി എന്നോട് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനവരൊക്കെ ആക്ഷൻ എടുക്കാനായിട്ട് ഞാൻ അസോസിയേഷനോട് പറയും. പക്ഷെ ഈ 22 പേരെ ഞാൻ എവിടെ തപ്പിപ്പോവും? അപ്പൊ അവര് പറയുന്നു ഇല്ല, ഞാൻ പറയുന്നു ഉണ്ട്. ഇത് തന്നെയാണ്. ഐ സെഡ് ഇറ്റ്സ് എ ഗെയിം. ബിക്കോസ് ഷോ നടത്തിയില്ല എന്ന് പറഞ്ഞാലേ അന്യഭാഷാ സിനിമയെ ആ സ്ലോട്ടിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ ഞാനും വലിയ സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള പ്രൊഡ്യൂസറാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു അതാണ് ഒരു ഗെയിം, ഒരു ഗിമ്മിക്ക് കളിച്ചിട്ട് ആള് കയറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തരാക്കി ആള് കയറുമ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമമാണ്. പക്ഷെ ഖൽബിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതില് സ്ത്രീകള് ഇത് സ്വീകരിക്കും. അത്ര ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത്രയും നാളെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ജഡ്ജ്മെന്റിന് കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജഡ്ജ്മെന്റിൽ വെച്ച് ഞാൻ പറയുന്നു, ഞാൻ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലിംസ് ആണ് കൽബ്. അത് ജനങ്ങളും അതുപോലെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 ദിവസം സമയം ക്ഷമ തിയേറ്ററുകാർ തന്ന് നമുക്കൊന്ന് ശ്രമിച്ചാൽ ഇനിയും കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടും. ഞാൻ എല്ലാവരും പോകുന്ന പോലെ പോകുന്ന ഒരാളല്ല, ഇനിയും ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും ഒരു സംഭവം വിജയിക്കുമ്പോഴാണല്ലോ 1ഓ 2ഓ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക. അതാണ് കറന്റ് സ്റ്റേജ് മോശമൊന്നുമല്ല. നമുക്ക് 82 തിയേറ്ററുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമല്ലല്ലോ സിനിമ എടുക്കുന്നത്. അങ്ങനെ എല്ലാ സിനിമകളും ഇപ്പൊ നമ്മള് CRS കോർപ്പറേറ്റ് കമ്പനി CRS എന്ന് പറഞ്ഞിട്ടൊരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾക്ക് സിനിമയാണല്ലോ എല്ലാം തന്നത് അല്ലേ. എല്ലാ സിനിമകളും ഹിറ്റായി നമുക്ക് ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ സിനിമയ്ക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും. അതിനും മുടക്കുമുതൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ഒന്നാമത് സന്തോഷം, വീണ്ടും ചെയ്യാം. അപ്പം നല്ല സിനിമകൾ ചെയ്യുന്നു, അത് നമ്മുടെ കോൺഫിഡൻസിലാണ് അല്ലേ. ഇപ്പൊ ഓക്കെ, ചിലത് വർക്കാവും, ചിലത് വർക്കല്ല. കൽബ് വർക്കാവും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ അതിനൊരു പ്ലാൻ ബിയും പ്ലാൻ എയും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. പറ്റുകയാണെങ്കിൽ 4 കാലം വീഴാൻ തന്നെ ശ്രമിക്കും.
അങ്ങനെയുണ്ട്. അങ്ങനെയാണല്ലോ ഈ അന്യഭാഷാ സിനിമകൾ ഇവിടെ എത്ര ഓടുന്നത്. അത് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇന്നലെ ഇറങ്ങിയ 4-5 സിനിമകളിൽ ഹൈദരാലിക്ക് എത്ര എണ്ണത്തിൻ്റെ പേര് പറയാൻ പറ്റും? 80 തിയേറ്റർ കിട്ടിയ ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞാൽ ഹൈദരാലിക്ക് അറിയാം, അല്ലെങ്കിൽ ഹൈദരാലി ഒരു സിനിമ ഇറങ്ങിയെന്ന് പോലും അറിയില്ല. പ്രധാനപ്പെട്ട ഒരു ബാനർ തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുക. ആ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു സിനിമയുടെ ഇപ്പം ധനുഷിൻ്റെ പടം അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാം. ചില സിനിമകൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിനൊക്കെ ഇവിടെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടെന്നും അതിനൊക്കെ സ്പേസ് വേണം എന്നൊക്കെ മനസ്സിലാക്കാം. അവിടെ കിടക്കുന്ന എല്ലാ പടങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഓടിച്ചോളാം എന്ന് കൊട്ടേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് മലയാള സിനിമയിൽ പ്രശ്നം. എല്ലാ ആഴ്ച എന്താ അവിടെ ഇവിടെ ഇറങ്ങുന്ന പോലെ തന്നെ പടങ്ങൾ അവിടെ എല്ലാം ഇറങ്ങുന്നുണ്ട്. തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും ഹിന്ദിയിലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മലയാള സിനിമയുടെ ടൈം മാറ്റിയിട്ട് വലിയ മലയാള സിനിമകൾ മാത്രം, മറ്റുള്ളവരൊന്നും സ്പേസ് ഇല്ല. അന്യഭാഷാ ചിത്രങ്ങൾ, ബാനറുകൾ, അതെനിക്കറിയില്ല. ഞാനിപ്പോഴല്ലേ നമുക്ക് നമുക്ക് വരുമ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇതിങ്ങനെയൊക്കെ. നമ്മൾ സാധാരണ ഇപ്പം എല്ലാ ദിവസവും ഞാൻ ഏതൊക്കെ സിനിമ ഇറങ്ങുന്നു നോക്കുന്ന നടന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. പക്ഷെ ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള ഒരു പുതിയ ഇതാണ്. അല്ലാതെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പ് എല്ലാ സിനിമകളൊന്നും ഇങ്ങനെ ഇതിനൊന്നും ഇവിടെ കളക്ഷൻ വരുന്ന സിനിമകളല്ല. ഞാൻ പറഞ്ഞു ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അവർക്ക് ഇപ്പൊ കേരളത്തില് ഒരു അൺനോൺ സ്റ്റാറിന്റെ തമിഴ് സിനിമ ഇവിടെ ഇറക്കണമെങ്കിൽ ഹോർഡിങ്സ് വെക്കാറില്ല, പോസ്റ്റർ അടിക്കണ്ട. ആകെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ചെയ്യണം, ഇത്രേ ഉള്ളൂ. കോസ്റ്റ് ഇല്ല. യുഎഫ്ഒയുടെ ക്യൂബിന്റെ ഡിജിറ്റൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വേണ്ട. ഇവിടെ ഇറക്കുക, ഇവിടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10 എണ്ണം ഇറക്കി കഴിയുമ്പോൾ ആ നടനെ ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഏതെങ്കിലും ഒരു പടം ഹിറ്റാവും, അയാൾ പാൻ സൗത്ത് ആക്ടറായി, വീണ്ടും അടുത്ത പാൻ സൗത്ത്. അപ്പൊ ഈ അൺനോൺ ആക്ടേഴ്സിനെ പാൻ സൗത്ത് ആക്ടർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ്. അവിടെ നശിക്കപ്പെടുന്നത് മലയാള സിനിമ. അതാണ് പറഞ്ഞത്. ബാഹുബലി പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ PS1 പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ RRR പോലുള്ള സിനിമകൾ വരട്ടെ. അതൊക്കെ അതൊക്കെ അത്രയും വലിയ സിനിമകളൊക്കെ വരട്ടെ. നമ്മളെല്ലാം ചേർന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യും, സ്വീകരിക്കും. മലയാളത്തിൽ വരട്ടെ. അതിലൊന്നും ഒരു പ്രശ്നം പറയുന്നില്ല. ഇവിടുത്തെ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമ വരട്ടെ. ഇവരെല്ലാം നമ്മൾ മലയാളികളെ പോലെ സ്നേഹിക്കുന്നവരാണ്. ഒരു തെറ്റും പറയുന്നില്ല. മലയാള സിനിമയ്ക്ക് സ്പേസ് കിട്ടാതെ ആകുമ്പോഴാണ് പാനിക് ബട്ടൺ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ഥാനമില്ല. എല്ലാവരും വന്നിട്ട് താമസം തുടങ്ങിയിട്ട് അവിടെ വീടിന്റെ ഓണേഴ്സിനെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. അതാണ് സിറ്റുവേഷൻ. വേറെ എന്തെങ്കിലും? ഇവരെല്ലാം പുതിയ ആൾക്കാരാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇവിടെ നമുക്ക് നിരാശയോടെ പോവാൻ ഞങ്ങൾ റെഡിയല്ല. അല്ല, നമുക്ക് നിരാശയില്ല, ഇപ്പോഴും ഇല്ല. ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന വിധം തിയേറ്ററുകൾ പിടിച്ചു നിർത്താൻ അറ്റ് ദിസ് മോമെന്റ് ഞങ്ങൾ ഹാപ്പിയാണ്. 82 മുതൽ 90 വരെയുള്ള തിയേറ്ററുകളുണ്ട്. അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ആളുകൾ കയറും. നല്ല ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്, നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം വി ഹാവ് നോട്ട് ലെറ്റ് എനി സ്റ്റോൺസ് അൺടേൺഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല സിനിമ വിജയിക്കും. എബവ് ആവറേജ് പോയാൽ വീണ്ടും നല്ല സിനിമകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പുതിയ ആക്ടേഴ്സിന് 2 വാക്ക് സംസാരിച്ചിട്ട് നേരത്തെ ബ്രോ പറഞ്ഞായിരുന്നത് തല്ലുമാലയായിട്ടും അന്വേഷണമായിട്ട് കമ്പാരിസൺ വരുന്നത്. പക്ഷെ ശരിക്കും അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത പടമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് ഒരു പടം മലയാളത്തിൽ വന്നതായിട്ട് എനിക്കറിയില്ല. ഇതിൽ ഇപ്പോൾ
പിന്നെ നമുക്കിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ് എല്ലാം വളരെ പോസിറ്റീവാണ്. വിജയ് സാർ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ 10-ൽ 1 നെഗറ്റീവായിട്ട് വരുന്നത്, ബാക്കി എല്ലാം പോസിറ്റീവായിട്ടാണ്. അപ്പോൾ നമുക്കറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും കണ്ടിട്ട് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് ഹാഫൊക്കെ വളരെ ഇമോഷനാണ്, എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇനിയും കൂടുതൽ ആൾക്കാർ ഇത് കാണണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും ആവശ്യവും. അപ്പോൾ അതിന് നിങ്ങളുടെ മീഡിയയുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് വേണം. പിന്നെ എല്ലാവരും നമ്മൾ പുതിയ ആൾക്കാരാണ്, അപ്പോൾ ഇതുപോലുള്ള പുതിയ സിനിമകൾ വരാനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. അത്രേ ഉള്ളൂ. എല്ലാവരോടും പറയുന്നത് സിനിമ കണ്ടാൽ ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിനുള്ള അടുത്തൊരു അവസരം പോലും ഉണ്ടാവും. ഇപ്പം കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ആരും നല്ലതെന്ന് പറയില്ല, മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. OTT വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, മലയാളത്തിലേക്ക് പല അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ സപ്തസാഗരയൊക്കെ സ്വീകരിച്ച പോലെ ഇതിനെയും സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കൽബ്. ഫേസ്ബുക്കിൽ കുറേ സുഹൃത്തുക്കൾ പടങ്ങൾ കണ്ടിട്ട് ഓരോരുത്തരും പേഴ്സണലി ഇടുന്നതൊക്കെ നമ്മളെ അറിയാവുന്നവർ ഇട്ട് തരികയാണ്. പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ സാധാരണ ആൾക്കാരെ കണ്ടിട്ട് ആ പടത്തെക്കുറിച്ച് എഴുതുന്നു. ഒരു ബ്രീത്തിങ് സ്പേസ് തരിക. നമുക്കും പാൻ ഇന്ത്യ ആക്ടറൊക്കെ ആവണമെങ്കിൽ മലയാളം സിനിമ ഓടണമല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. എല്ലാ സിനിമകളും ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ കൊച്ചു ചിത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഞങ്ങളുടെ അങ്കമാലി ഡയറക്ടറിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആടില് നമ്മുടെ പാപ്പൻ്റെ സിസ്റ്ററായിരുന്ന കുട്ടിയാണ് ഞങ്ങളുടെ 3ാമത്തെ സിനിമ. തിയേറ്ററിൽ നിന്നൊക്കെ ആൾക്കാരുടെ റെസ്പോൺസസ് വളരെ പോസിറ്റീവായിട്ട് ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഐ തിങ്ക് ഒരു 2 ദിവസത്തിൽ ഇത് തിയേറ്ററിൽ ആൾക്കാരില്ലാത്തത് മാറും. ബിക്കോസ് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത് ചേഞ്ച് ആവും തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പടം കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, സ്ത്രീകളെ കൊണ്ട് കാണിക്കുക പ്ലീസ്. നിങ്ങളുടെ വൈഫ്, അമ്മ ഉള്ളവർ ഉണ്ടെങ്കിൽ സാമ്പിളിങ് വേണമെങ്കിൽ ഞങ്ങൾ തരാം. നിങ്ങൾക്കല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്.